നമസ്കാരം. ഇറാന്റെ ഇപ്പോഴത്തെ സുപ്രീം ലീഡറായ മൊജ്തബ ഖമേനിക്ക് നേരെ ഇസ്രായേലിൻ്റെയും US-ൻ്റെയും സംയുക്ത ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൊജ്തബ ഖമേനി കോമ സ്റ്റേജിലാണ് ഇപ്പോഴുള്ളത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് ഒരു ഭരണഘടനാ ലംഘനത്തിൽ കൂടിയാണ് മൊജ്തബ ഖമേനി അധികാരത്തിൽ കയറിയതെന്നും ഈ ഭരണഘടനാ ലംഘനം മറച്ചുവെക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മറ്റൊരു തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതായത് ഇറാൻ്റെ മുൻ സുപ്രീം ലീഡറായ ആയത്തുള്ള അൽ ഖമനിയുടെ വിൽ പ്രകാരം അവിടെ ലാരിജാനി ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ലാരിജാനിയാണ് അടുത്ത സുപ്രീം ലീഡർ ആവേണ്ടത്. അലി റാസ കൗൺസിൽ ഓഫ് എക്സ്പെർട്ടിൻ്റെ 88 പേരടങ്ങുന്ന കൗൺസിൽ ഓഫ് എക്സ്പെർട്ടിൻ്റെ അധിപനായ അലി റാസയുടെ ഒരു തീരുമാനപ്രകാരം ലാരിജാനിയാണ് അടുത്ത ഇറാൻ്റെ സുപ്രീം ലീഡർ ആകേണ്ട ആൾ. ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ആയതുള്ള അലി ഖമാനിയുടെ രണ്ടാമത്തെ മകനായ മൊജ്തബ ഖമേനി അധികാരത്തിൽ കയറിയത് എന്നും ഈ അധികാരത്തിൽ കയറിയത് ഒരു ഇറാൻ്റെ ഭരണഘടന പരമായി വലിയ ലംഘനമാണ് എന്നും ഇതിനെ മറച്ചു വയ്ക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മൊജ്തബ ഖമേനി ആക്രമിക്കപ്പെട്ടു എന്നുള്ള ഒരു കള്ളക്കഥ പുറത്തിറങ്ങിയത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ മൊജ്തബ ഖമേനി ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിലുള്ളതാണ് ഏറ്റവും വിശ്വസനീയമായ വാർത്ത. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യത്തിൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ടെഹ്റാൻ ലക്ഷ്യമാക്കി നടന്നത്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ അഭിപ്രായ പ്രകാരം മൊജ്തബ ഖമേനി അധികാരത്തിൽ കയറിയത് ഒട്ടും തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുവാൻ കഴിയില്ല. കാരണം അങ്ങനെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമേനിയേക്കാളും 10 ഇരട്ടി വലിയ സൈക്കോപാത്താണ്. മതപരമായ കാര്യത്തിൽ വലിയ തീവ്രവാദ ചിന്താഗതി വച്ചു പുലർത്തുന്ന ആളാണ് മൊജ്തബ ഖമേനി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അധികാരത്തിൽ കയറിയാൽ വീണ്ടും ഇറാൻ്റെ സ്വാതന്ത്ര്യങ്ങൾ ബലി കഴിക്കേണ്ടി വരും. അവിടുത്തെ സ്ത്രീകൾക്ക് വീണ്ടും മാഷാമീനിയെ പോലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അവിടുത്തെ സീക്രട്ട് പോലീസിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. അവിടുത്തെ പൊതുസുരക്ഷയ്ക്ക് മൊജ്തബ ഖമേനി അധികാരത്തിൽ കയറുന്നത് ഒട്ടും അഭികാമ്യമല്ല. അതുകൊണ്ട് തന്നെ മൊജ്തബ ഖമേനി അധികാര ഭ്രഷ്ടനാക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് പോയത്. അതായത് ഇത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, നാളെ ഈ ലോകത്തിൻ്റെ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ട്രംപ് ഇസ്രായേൽ ടൈംസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഗൾഫ് യുദ്ധം വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് നയിക്കപ്പെടുന്നത്. ഊർജ പ്രതിസന്ധി ഒരു ഭാഗത്ത് രൂക്ഷമായി കൊണ്ടുവരുമ്പോൾ അതോടൊപ്പം തന്നെ ജലസംഭരണികൾ പൊട്ടിച്ചു തുറന്ന അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജലദൗർലഭ്യം ഇറാനെ വലിയ കനത്ത രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിയ പ്രത്യാഘാതങ്ങൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് ഈ മേഖലയിലേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണം എന്നുള്ള അഭിപ്രായമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള മുറവിളികളാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിൽ ഏറ്റവും അധികം ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്ന പാതകളിൽ ഒന്നായ ഹോർമൂസ് സ്ട്രെയിറ്റ് അടച്ചിടപ്പെട്ടിരിക്കുകയാണ്. അതുവഴി വളരെ അപൂർവം ചില രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമേ സഞ്ചാരം നടത്തുവാൻ കഴിയുന്നുള്ളൂ. ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പലുകൾക്ക് മാത്രമേ സഞ്ചാരം നടത്താൻ കഴിയുന്നുള്ളൂ. അതും ഊർജ്ജ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പാചകവാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ദൗർലഭ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ യുദ്ധം മുന്നോട്ട് പോകും തോറും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകും പോകുന്നത്. മൊജ്തബ ഖമേനി വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഏറ്റിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഗുരുതരമായ രീതിയിലുള്ള പരിക്കാണ് മൊജ്തബ ഖമേനിക്ക് ഏറ്റത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് അടുത്ത ഒരു ഇനി എങ്ങനെ ഇറാൻ മുന്നോട്ട് പോകും എന്ന് അവരെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും ഖമേനിയുടെ അടുത്ത മകൻ വീണ്ടും അധികാരത്തിൽ കയറിയാൽ ഈ രീതിയിൽ വീണ്ടും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെ ഇറാനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരാൾ ഖമേനി കുടുംബത്തിൽ നിന്ന് അധികാരത്തിൽ വരുമോ അതോ മറ്റാരെങ്കിലും അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഈ രീതിയിൽ ഇറാൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഘർഷം വളരെയധികം രൂക്ഷമാകും. 37
വർഷത്തോളം ഇറാൻ അടക്കി ഭരിച്ച ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം ഇറാനിൽ സംജാതമായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. തീർച്ചയായിട്ടും അവിടെ ആഭ്യന്തര പ്രക്ഷോഭം ഇതുവരെയും വലിയ ശക്തമായ രീതിയിൽ ആരംഭിച്ചിട്ടില്ല. ഇനി അതുകൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇറാൻ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയായിരിക്കും. ഇപ്പോൾ തന്നെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ഇറാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഏറെക്കുറെ ശുഷ്കമായ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മറിയുന്നത്. അതായത് അതോടൊപ്പം തന്നെ ഇറാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും. ഇന്നലെയും ഇന്നുമായിട്ടും ഗൾഫ് മേഖലകളിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയും ഖത്തറും പോലുള്ള രാജ്യങ്ങൾ ഇറാനെ പ്രത്യാക്രമണം ചെയ്യാൻ വേണ്ടി സന്നദ്ധമായിരിക്കുന്നുണ്ട്. ഇന്നും ഇറാൻ്റെ 2 ഡ്രോണുകളാണ് സൗദി അറേബ്യ അടിച്ചുവിട്ടത്. എന്തായാലും സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത മകൻ കൂടി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വീണ്ടും ഇതിൻ്റെ മുന്നോട്ട് പോകൽ എങ്ങനെയാണ് എന്ന ലോകം അത്യധികം ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.